നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. കൊരട്ടി മുരിങ്ങൂരിൽ വൻ കഞ്ചാവ് വേട്ട. 23 കിലോ കഞ്ചാവുമായി അന്യസംസ്ഥാന തൊഴിലാളികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ദേശീയപാത 66ന്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കയ്പമംഗലം കാളമുറിയിൽ നടപ്പാക്കിയ പുതിയ ഗതാഗത പരിഷ്കാരത്തിൽ പ്രതിഷേധം. യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെയുള്ള നടപടികളാണ് പ്രതിഷേധത്തിന് കാരണം. വാർത്തകൾ വിശദമായി. കൊരട്ടി മുരിങ്ങൂരിൽ വൻ കഞ്ചാവ് വേട്ട. ഒറീസയിൽ നിന്ന് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന കൊരട്ടിയിൽ വാടക വീട്ടിൽ സൂക്ഷിച്ച് മൊത്തക്കച്ചവടം നടത്തിയിരുന്ന അന്യസംസ്ഥാന തൊഴിലാളികളെ 23 കിലോ കഞ്ചാവുമായി പോലീസ് പിടികൂടി. പശ്ചിമ ബംഗാൾ മൂർഷിദാബാദ് ജലഖംഗി സ്വദേശികളായ ഹാഷിം ഷേഖിന്റെ മകൻ ഷാഹുൽ, തുസമൻ മണ്ഡലിന്റെ മകൻ ബിലാൽ മണ്ഡൽ, ഇനാജൂറിന്റെ മകൻ മുൻസിലിൻ എന്നിവരെയാണ് ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. ഒറീസയിലെ ഭരംപൂരിൽ നിന്ന് രഹസ്യമായി ട്രെയിനിൽ കൊണ്ടുവന്നിരുന്ന കഞ്ചാവാണ് മുരിങ്ങൂർ ജംഗ്ഷന് സമീപമുള്ള വാടക വീട്ടിൽ നിന്ന് പരിശോധനയ്ക്കിടെ കൊരട്ടി പോലീസും ജില്ലാ ലഹരി വിരുദ്ധ സേനയും ചാലക്കുടി ക്രൈം സ്ക്വാഡും ചേർന്ന് പിടികൂടിയത്. മുറിയിൽ ബാഗുകളിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. പിടികൂടിയ കഞ്ചാവിന് ചില്ലറ വിപണിയിൽ 50 ലക്ഷം രൂപ വിലമതിക്കും. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി വി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ ദിവസങ്ങളോളം നീണ്ടുനിന്ന അന്വേഷണത്തിനൊടുവിലാണ് കഞ്ചാവ് ശൃംഖലകളിൽ ഒന്നിനെ പിടികൂടാൻ സാധിച്ചത്. ചാലക്കുടി ഡിവൈഎസ്പി PK സുമേഷ്, കൊരട്ടി ഇൻസ്പെക്ടർ അമൃത് രംഗൻ, SI മാരായ ഷാജു, സ്റ്റീഫൻ VG, സതീശൻ മടപ്പാട്ടിൽ, റോയ് പൗലോസ്, മൂസ PM, സിൽജോ VU, റെജി AU, ബിനു MJ, ഷിജോ തോമസ്, ഷൈജു CR, ചാലക്കുടി SI പ്രദീപ്, കൊരട്ടി അഡീഷണൽ SI മാരായ റെജിമോൻ, ഷിബു, ASI നാഗേഷ്, സീനിയർ CPO മാരായ ഉണ്ണികൃഷ്ണൻ MB, നിഖിലൻ, PV ശ്രീനാഥ്, ശ്യാം P ആന്റണി, മണിക്കുട്ടൻ, ചാലക്കുടി സ്റ്റേഷൻ സീനിയർ CPO ബൈജു എന്നിവർ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു. ദേശീയപാത 66ന്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കയ്പമംഗലം കാളമുറിയിൽ നടപ്പാക്കിയ പുതിയ ഗതാഗത പരിഷ്കാരത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാരും ജനപ്രതിനിധികളും. വീതി കുറഞ്ഞ സർവീസ് റോഡിലൂടെ 2 ദിശകളിലേക്കും വാഹനങ്ങൾ കടത്തിവിടുന്നതും യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെയുമുള്ള നടപടികളാണ് പ്രതിഷേധത്തിന് കാരണം. കാളമുറി സെന്ററിന് കിഴക്ക് ഭാഗത്തുള്ളവർക്ക് സർവീസ് റോഡിലെത്താനും ബസ്സിൽ കയറാനും യാതൊരു സൗകര്യവും ഏർപ്പെടുത്തിയിട്ടില്ല. ബസ് ഇറങ്ങുന്ന ഭാഗത്തെ 6 അടിയോളം ആഴമുള്ള കാനയുടെ ഭാഗം മൂടി സുരക്ഷിതമാക്കിയിട്ടുമില്ല. ഇവിടെ ഇരുമ്പ് കുറ്റികളും ഷീറ്റുകളും ഉള്ളതിനാൽ അപകട സാധ്യത ഏറെയാണ്. എല്ലാ ഭാഗങ്ങളും അടച്ചതിനാൽ 1 കിലോമീറ്ററോളം ചുറ്റിവളഞ്ഞു വേണം നാട്ടുകാർക്ക് സ്റ്റോപ്പിലെത്താൻ. പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാരികളും നാട്ടുകാരും ഓട്ടോ തൊഴിലാളികളും ചേർന്ന് പ്രതിഷേധം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം CJ പോൾസൺ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് VR ഉല്ലാസ്, KS സജീവൻ, PA നസിമുദ്ദീൻ, TK ഉമ്മർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ET ടൈസൺ MLA സ്ഥലത്തെത്തി ഹൈവേ ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ ബോധിപ്പിച്ചു. കയ്പമംഗലം കാളമുറി ജംഗ്ഷൻ കുറേ നാളുകളായിട്ട് ഈ ശിവാലയ കമ്പനി ഈ നാഷണൽ ഹൈവേയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ആകെ നശിപ്പിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഒരവസ്ഥ കിഴക്കുന്നുള്ള ഒരാൾക്ക് പടിഞ്ഞാട്ട് കടന്നു വരണമെങ്കിൽ അപകടം നിറഞ്ഞ കുഴികളും അതുപോലെ കുണ്ടുകളും അതുപോലെ അപകടം നിറഞ്ഞ പൂർണ്ണമായിട്ടും ഒരിക്കലും ഒരാൾക്ക് ആരോഗ്യവനായ ഒരാൾക്ക് പോലും കടക്കാൻ കഴിയാത്തൊരവസ്ഥ. അത് ഇപ്പോൾ ഈ ഇത്രയും 2 ദിവസങ്ങളിൽ തന്നെ ഇപ്പം 3-4 അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു. കൂടാതെ പടിഞ്ഞാറ ഭാഗത്തുള്ള കാനയുടെ ഇപ്പുറത്തുള്ള ഭാഗം വലിയ കുഴി, വണ്ടികൾ പൂർണ്ണമായിട്ട് 2 വണ്ടികൾ പോകുമ്പോൾ ആ കുഴിയിലും ആളുകൾക്ക് കടന്നു വീണ് അപകടം പറ്റാനുള്ള സാധ്യത. ഇങ്ങനെ ഇത് നിരന്തരമായിട്ട് നാഷണൽ ഹൈവേ ആയിട്ട് ബന്ധപ്പെട്ടും അതുപോലെ ശിവാലയ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്തും അതുപോലെ തന്നെ MLA ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവരോട് അറിയിച്ചിട്ട് പോലും ഇതുവരെയും ഒരു നടപടി എടുക്കാൻ അവർ തയ്യാറായിട്ടില്ല. അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം നടപടി എടുക്കാണ്ടായി വന്നപ്പോഴാണ് ഈ നാട്ടുകാർക്ക്, അതായത് വ്യാപാരി വ്യവസായികൾക്കും അതുപോലെ തന്നെ ഓട്ടോറിക്ഷക്കാരും നാട്ടുകാരൊക്കെ അടങ്ങുന്ന ആളുകൾ എല്ലാവരും ഒന്നിച്ച് ഒരു സമരമായിട്ട് ഇറങ്ങിയത്. ഇതൊരു സൂചന മാത്രമാണ്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. കുഴൂർ പഞ്ചായത്തിലെ എരവത്തൂരിൽ വിദ്യാർത്ഥിനിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. എരവത്തൂർ മഞ്ഞേലിപ്പറമ്പിൽ അരുൺദാസ് മകൾ അവന്തികയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മാള സൊക്കോസോ സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അവന്തിക. സർക്കാർ ഫിഷറീസ് വകുപ്പ് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന ജനകീയ മത്സ്യകൃഷിയുടെ വിതരണോദ്ഘാടനം നടന്നു. പ്രസിഡന്റ് MS മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു.
പോഴങ്കാവ് പഞ്ചായത്ത് കുളത്തിൽ കാർപ്പ് കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചത്. 270 മത്സ്യകർഷകർക്ക് 9.15 ഹെക്ടറിൽ 68,625 മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ നൌഷാദ് PA അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വാർഡ് മെമ്പർ കൃഷ്ണേന്ദു, ഇബ്രാഹിംകുട്ടി, അയ്യൂബ് KA, സീന അഗസ്റ്റിൻ, പ്രൊജക്ട് കോർഡിനേറ്റർ സിമ്മി, അക്വാകൾച്ചർ പ്രൊമോട്ടർമാരായ രജിത ഉല്ലാസ്, ദീപ്തി, സാഗർ മിത്ര, വിനീത എന്നിവർ പങ്കെടുത്തു. KPMS വെള്ളൂർ ശാഖ ഓഫീസ് മന്ദിരം ഉദ്ഘാടനം നടന്നു. തൃശൂർ ജില്ലാ സെക്രട്ടറി EK മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് തന്നെ ശാഖകൾക്ക് സ്വന്തമായിട്ട് സ്ഥലവും ഓഫീസുമുള്ള ഒരു ശാഖയായിട്ടുള്ള അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഇത് സംസ്ഥാനത്തിൽ തന്നെ അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തെ മുഴുവൻ KPMS ശാഖകൾക്കും നേതൃത്വപരമായിട്ടും ഒരു എന്താ പറയുക ഒരു ഉത്തേജനം, മോട്ടിവേഷൻ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് നിങ്ങളുടെ കാഴ്ച. കേവലം ഒരു ഓഫീസ് പണിയൊക്കെ കാശിന് 6 മണിയാണ്, വെളുപ്പില്ലി മണിയാണ്. അതിന് നമ്മുടെ ലോക്കൽ മീഡിയയുടെ നിമിഷം മാത്രമല്ല ആശയിക്കുന്നത്. പക്ഷെ പട്ടികജാതി സമൂഹത്തിൽ നിന്നും ഇത്തരത്തിലുള്ള ഉണർവേകുന്ന പ്രവർത്തികൾ ചെയ്യുന്ന പ്രവർത്തികൾ. ശാഖാ പ്രസിഡന്റ് KV പ്രവീൺ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ഡെപ്യൂട്ടി DMO ഡോക്ടർ ഷീജ മുഖ്യാതിഥിയായിരുന്നു. CP രാജൻ സംസാരിച്ചു. മുൻ ശാഖാ പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കൊരട്ടി മുരിങ്ങൂരിൽ വൻ കഞ്ചാവ് വേട്ട. 23 കിലോ കഞ്ചാവുമായി അന്യസംസ്ഥാന തൊഴിലാളികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ദേശീയപാത 66ന്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കയ്പമംഗലം കാളമുറിയിൽ നടപ്പാക്കിയ പുതിയ ഗതാഗത പരിഷ്കാരത്തിൽ പ്രതിഷേധം. യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെയുള്ള നടപടികളാണ് പ്രതിഷേധത്തിന് കാരണം. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.